ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇലയടയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അടയാണ് കേട്ടോ. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും. സാധാരണ നമ്മൾ അടക്ക ഉണ്ടാക്കുമ്പോൾ മാവ് കുഴച്ചെടുക്കും, വാട്ടിയെടുക്കുകയൊക്കെ വേണ്ട. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് മാവ് കലക്കി ഒഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കുന്ന ഒരു അടയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല നൈസായിട്ടുള്ള പൊടി വേണം കേട്ടോ അതിനായിട്ട് നമുക്ക് എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പൊടിക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു മാവ് ഒന്ന് കലക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു മാവ് കലക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ പച്ചവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2.25 കപ്പ് വെള്ളത്തിലാണ് ഇത് കലക്കിയെടുത്തിട്ടുള്ളത്. ഒട്ടും കട്ടകളില്ലാതെ തന്നെ നമുക്കിത് കലക്കിയിട്ടെടുക്കണം. പിന്നെ ഇത് ഒത്തിരി ലൂസാക്കിയിട്ടും എടുക്കരുത് കേട്ടോ. അങ്ങനെയുണ്ടെങ്കിൽ നമ്മളത് ഇലയിലൊക്കെ ഒഴിച്ചിട്ട് പരത്തുന്ന സമയത്ത് ആകെ അങ്ങനെ ഒലിച്ചിട്ടൊക്കെ പോവും. അപ്പോൾ ഈ ഒരു മാവ് നമ്മൾ കലക്കിയിട്ടെടുക്കുമ്പോൾ കുറച്ച് തിക്കിൽ വേണം കലക്കിയിട്ടെടുക്കാൻ. അതേ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ വേണം കേട്ടോ നമ്മളത് കലക്കിയെടുക്കാനായിട്ട്. ഒത്തിരി ലൂസാവും ചെയ്യരുത്, എന്നാൽ ഒട്ടും കട്ടിക്കും പാടില്ല. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഈ ഒരു മാവ് കലക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടയ്ക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഫില്ലിങ്ങിനായിട്ട് ഇതേ ശർക്കര ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1.25 കപ്പ് ശർക്കര പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉണ്ട ശർക്കര ആയിരുന്നു, അത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അച്ച ശർക്കരയൊക്കെ ആണെങ്കിൽ ഒരു 4-5 എണ്ണമൊക്കെ ആവാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടൊക്കെ ശർക്കരയുടെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ഇത് നന്നായിട്ട് തന്നെ തിളച്ച് വരണിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിലത്തെ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതേ അട റെഡിയാക്കി എടുക്കാനുള്ള ഇലക്ക ഞാനിവിടെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് കോരി ഒഴിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ വാട്ടിയിലല്ല എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മാവൊക്കെ കോരി ഒഴിച്ചിട്ട് പരത്തിയെടുത്തിട്ട് ഇങ്ങനെ മടക്കി എടുക്കില്ലേ ഇല. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഈ ഒരു മാവിലേക്ക് ഇങ്ങനെ പ്രസ്സായിട്ട് കിട്ടുക ഈ ഒരു വാട്ടിയിലയിൽ ചെയ്യുമ്പോഴാണ്. ഫ്രഷ് ആയിട്ടുള്ള ഇല നമുക്കറിയാമല്ലോ, അതിങ്ങനെ കുറച്ചിങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ ആ സൈഡൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയ പോലെ തോന്നും കേട്ടോ. ഇതാകുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പ്രസ്സായിട്ട് കിട്ടിക്കോളും. പിന്നെ ഈ ഒരു അട തയ്യാറാക്കുമ്പോൾ കുറച്ച് വലിയ ഇല എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു മാവൊക്കെ പരത്തിയിട്ട് നമ്മൾ മടക്കിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒലിച്ചിട്ടൊക്കെ പോവുകയാണെങ്കിലും കൂടെ ഈ ഒരു ഇലയിലുണ്ടാവും. അതല്ല ചെറിയ ഇലയിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അട വേവിച്ചിട്ട് എടുക്കണം ആ ഒരു പാത്രത്തിലേക്കൊക്കെ മൊത്തമായിട്ട് മാവൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് പോകും. വലിയ ഇല ആകുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ അടക്കൊക്കെ വെച്ച് കൊടുക്കില്ലേ ഫില്ലിങ്, അതേപോലെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ അതേ തേങ്ങ ശർക്കരയൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് മടക്കി കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ടൊക്കെ വെച്ചതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഈ ഒരു ഇലയിൽ പരത്തിയെടുക്കാനായിട്ട്. നല്ല ചൂടുള്ളതിലേക്ക് ഇത് നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ നമുക്കിത് സെറ്റായിട്ട് കിട്ടുള്ളൂ. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ അതേ 15 മിനിറ്റിന് ശേഷം അട എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പരത്തിയിട്ട് ഞാൻ വേവിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കനം കുറഞ്ഞിട്ടുള്ള നല്ല സോഫ്റ്റ് അടവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ
ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ. താങ്ക്